മനോജ് ഗിന്നസ്. എത്രയോ തവണ കുട്ടികളെയും ഇന്ന് കുട്ടികളായി മുതിർന്നവരെയും ചിരിപ്പിച്ച പ്രതിഭ മനോജ് ഗിന്നസ് ആണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഒരു കുട്ടിക്കാലത്തിൻ്റെ മൊത്തം ചിരി, അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓണർഷിപ്പ് ചേട്ടനുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന പല തമാശകളും, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ പറയുന്ന പല കൗണ്ടേഴ്സിനും സിനിമകളിലെ കൗണ്ടേഴ്സിനെ പോലെ തന്നെ ചേട്ടൻ്റെ സ്റ്റേജ് ഇവൻസിലും കൗണ്ടേഴ്സ് ഉണ്ട്. ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ചേട്ടൻ. പലർക്കും പേരറിയില്ല, പലർക്കും ഈ ഐറ്റം പറഞ്ഞിട്ട് നാടകത്തിൽ മുതലാളിയായിട്ട് വരുന്ന ആ ചേട്ടനില്ലേ, അങ്ങനെയാ പറയാം. പിന്നെ പിന്നെ പതുക്കെ പേരറിയാൻ തുടങ്ങി. പിന്നെ മനോജ് ഗിന്നസ് അല്ലേ. അപ്പം നമ്മളുടെ മനസ്സിലൊരു ശരിക്കും അങ്ങനെ ഒരു കമ്പയർ ചെയ്ത് പറയല്ല, സിനിമയിലെ സൂപ്പർ സ്റ്റാർസിനെ പോലെ തന്നെ ഒരാളായിരുന്നു. ഈ വലിപ്പത്തിനെ പറ്റി അവെയറായിരുന്നു? അങ്ങനെ ഒരു വലിപ്പത്തെ പറ്റി അത്ര അറിവില്ലായിരുന്നു. നമ്മൾ സ്ഥിരം പ്രോഗ്രാമിന് പോവുക, അന്ന് തമാശ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇന്നത്തെ അത്ര മാധ്യമങ്ങളില്ലല്ലോ, ഒരുപാട് TV പ്രോഗ്രാമുകളില്ല. ആ കാലത്തുള്ളതുകൊണ്ട് അത് കുറച്ച് മെച്ചമായിരുന്നു. പിന്നെ എല്ലാവരും ഓർത്തിരിക്കാവുന്ന കുറേ തമാശകൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു ഓർമ്മയുള്ള കാലഘട്ടമാണത്. ഇന്ന് പല ആളുകളും ഓടി വന്നിട്ട് ചേട്ടൻ്റെ CD മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. ഞങ്ങൾ അത് പോയി മൈനസും CD വാടകയ്ക്ക് പോയിരിക്കുക. അപ്പോൾ ഇനി എന്നാ വരിക എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ കാത്തിരുന്നിട്ടുണ്ട്. എപ്പോഴാണ് ഞാൻ തിരിച്ചു വരിക? പല ആൾക്കാരും പൈസ കൊടുത്ത CD പെർമനന്റ് ആയിട്ട് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ബിസിനസ് ചെയ്തവരുണ്ട്. എൻ്റെ CD വാങ്ങിച്ചിട്ട് അത് കോപ്പി അടിച്ച് കുറേ സ്ഥലത്ത് വിറ്റ് ബിസിനസ് ചെയ്ത കൂട്ടുകാരുണ്ട് എനിക്ക്. പലരും പറയാറുണ്ട്, CD വേണ്ടി കാത്തിരുന്ന ആ കാലഘട്ടങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാവരും പറയും, വാപ്പിച്ച് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ചേട്ടൻ്റെ ഒരു വീഡിയോ കാസറ്റാണ് കൊണ്ടുവന്നത്, അത് കണ്ടിട്ടുള്ളവരുണ്ട് ഒരുപാട്. അത് കാസറ്റ് കടകളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തിയവരുണ്ട്. അങ്ങനെ കുറേ പേര് ഇപ്പോഴും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും കാണാറുണ്ട്, പറയാറുണ്ട് എന്നോട്. അങ്ങനെ ഈ പല സ്കിറ്റുകളിലേക്ക് ഒരു ഇൻവെൻറ്റർ അല്ലെങ്കിൽ പല ഐറ്റങ്ങളുടെ ഒരു കണ്ടുപിടുത്തം ചെയ്തിട്ടുള്ള ആളുകൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മനോജ് ചേട്ടനും ഉണ്ണിച്ചേട്ടൻ്റെ ഒക്കെ പല സ്കിറ്റുകളാണ്. അപ്പം അതിൽ ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പം ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് വിത്ത് ഡയലോഗ് ഉൾപ്പെടെ ഓച്ചുന്തിരി തോന്തുണ്ണി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം പോ അണ്ണാച്ചി പിന്നെ വാട്ടൊരു ഡയലോഗോട് കൂടിയിട്ടുള്ള ആ നാടകമാണ്. അതായത് ഒരിക്കലും നാടകം കളിക്കാൻ അറിയാത്ത 4 പേരെ വെച്ചിട്ട് സ്റ്റേജിൽ നാടകം കളിക്കുന്ന ആളുകൾ. ഇതിൻ്റെ ഒരു ലെഗസി എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങൾ കാസറ്റിലാണ് കളിച്ചത്. അത് കഴിഞ്ഞിട്ട് ടിക്ടോക്കും ത്രില്ലറും ഒക്കെ വന്ന കാലഘട്ടമുണ്ട്. അതിൽ എത്രയോ പേര് ഇത് പുനരവതരിപ്പിച്ച് അത് ഹിറ്റായി. അതായത് ആ കാലാതീതമായിട്ട് ആ സ്കിറ്റ് അങ്ങനെ നിലനിൽക്കുകയാണ്. എന്തായിരുന്നു നാടകം സ്കിറ്റിൻ്റെ പിന്നിലെ കഥ? ആദ്യം തന്നെ പറയാം, അന്ന് ഒരു സ്കിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമയം എടുത്താണ് ചെയ്യാറ്. കുറച്ച് സമയം എടുക്കും ഒരു സ്കിറ്റ് ഉണ്ടാക്കുക. ചിലപ്പോൾ 1 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. കുറച്ച് ദിവസം എടുത്ത് എല്ലാവരും ചേർന്നാണ് സ്കിറ്റ് ഉണ്ടാക്കുന്നത്. ഒരാൾ എന്തെങ്കിലും ഒരു ത്രെഡ് കൊണ്ട് പറയും, നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്താലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഒരു സാധനം കേട്ടു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് കിട്ടിയെന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് അങ്ങനെ അതിനെ ക്രിയേറ്റ് ചെയ്ത് അത് 1-2 പ്രാവശ്യം പെർഫോം ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും അതൊരു സ്കിറ്റായി മാറുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ചില സ്കിറ്റുകൾ ചിരി കിട്ടിയില്ലെങ്കിൽ വേണ്ട, ആ കണ്ടന്റ് അത് പോരാടാ, അതിനത്രയും തമാശയില്ല, അങ്ങനെ അത് മാറ്റി തമാശയുള്ളതിനെ അടുപ്പിച്ചാണ് അതൊരു വലിയൊരു സ്കിറ്റായിട്ട് മാറുന്നത്. ആ സ്കിറ്റ് ഉണ്ടാവാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് ഷോ ആണല്ലോ മെയിനായിട്ട്. അപ്പം അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തണമെങ്കിൽ കഷ്ടപ്പെട്ട് സ്കിറ്റ് ഉണ്ടാക്കി അത് റിഹേഴ്സൽ ചെയ്ത് അതിൻ്റെ കോസ്റ്റ്യൂം തയ്യാറാക്കി പെർഫോം ചെയ്താൽ മാത്രമാണത് വിജയിക്കുകയുള്ളൂ. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചാനലുകൾ ഒരുപാടായി, ഡെയിലി കോമഡി വേണ്ടി വരും. അപ്പോൾ എഴുതുമ്പോൾ ഇതിന് അത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കഴിവില്ലായിട്ടല്ല, എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷേ കൂടുതൽ എഴുതേണ്ടി വരുമ്പോൾ ഇതിനോടുള്ളൊരു പ്രതിബദ്ധത നഷ്ടപ്പെടും. കാരണം പേയ്മെൻറ്റ് ഇന്ന് വൈകുന്നേരത്തിനുള്ള സ്കിറ്റ് കയറ്റണം ഫ്ലോറിൽ, അങ്ങനെ എഴുതി വരുമ്പോഴാണ് പണ്ടത്തെ അത്രയും സമയമില്ല. അതുകൊണ്ടാണ് പല സ്കിറ്റുകൾക്കും ബലക്കുറവ് സംഭവിക്കുന്നത്. പണ്ട് എന്ന് വെച്ചാൽ ഒരു ഗൾഫിൽ പോകണമെങ്കിൽ 1 മാസത്തെ എഴുത്ത്, 1 മാസത്തെ റിഹേഴ്സൽ, പിന്നെ ഒരു 10-24 പ്രോഗ്രാം ഗൾഫിൽ. അപ്പോൾ 1 മാസം 3 മാസമാണ് ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഈസ്റ്റേൺ കോമഡി ആയാലും പല കോമഡി ഇപ്പം ഇന്ന് കാണുന്ന പല ഹിറ്റ് കോമഡികളും സമയമെടുത്ത് ചെയ്ത. ഇന്ന് അത്രയും സമയമില്ല. കാരണം പല ചാനലുകളിൽ കോമഡി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ധൃതി പിടിച്ച് പെട്ടെന്ന് കണ്ടന്റ് ഉണ്ടാക്കി അതിൻ്റെ തമാശയ്ക്ക് അത്രയും ബലം കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പം നാടകത്തിൻ്റെ സ്കിറ്റിനകത്ത് തന്നെ അപ്പുറത്ത് നിന്നിട്ട് നാടക സംവിധായകൻ പറയാണ് മനോജേട്ടനെ സ്റ്റേജിലേക്ക് ഉന്തി അങ്ങ് വിട്ടിരിക്കുക. മനോജേട്ടനെ അറിയാതെ ഇങ്ങനെ നോക്കുക.
ഇപ്പൊ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അട്ടഹസിക്കുന്നു. അപ്പൊ എങ്ങനെയത് അറിയില്ല അറിയില്ല. എടാ ചിരിക്കടാ, അപ്പൊ ഒരു ചിരി ചിരിക്കും, ചിരി ഒരു മനോഹരന്റെ ഒരു ചിരി ചിരിക്കും, കാണിച്ചൊരു ചിരിക്കും. അപ്പൊ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് എടാ പഴം പുഴുത്തിയ ചിരി ചിരിക്കാനല്ല, അട്ടഹസിക്കട. എങ്ങനെയത്? അപ്പൊ അവിടുന്ന് അട്ടഹസിക്കാണ്. അട്ടഹസിച്ച് കഴിഞ്ഞിട്ട് പറയാണ് ഇവിടുന്ന് അയാൾ അതിന്റെ ഫീഡ്ബാക്ക് പറയാ ആടി ഓടി, അതും സ്റ്റേജിൽ നോക്കിയിട്ട് ആടി ഓടി. അതായത് അത് അറിവില്ലായ്മയുടെ ഒരു സ്കിറ്റ് പോലെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതായത് സ്കിറ്റ് കളിക്കാൻ, നാടകം കളിക്കാൻ ആളുകൾ എത്തിയില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് കുറച്ചുപേരെ കയറ്റി നിർത്തിയിട്ട് നാടകം കളിക്കാം. അപ്പൊ അവന് നാടകം എന്താണെന്ന് അറിയില്ല. അപ്പൊ അവൻ ഡയറക്ടർ പറയുന്നത് അതുപോലെ തന്നെ പെർഫോം ചെയ്ത് കാണിക്കുന്നു. അങ്ങനത്തെ ഒരു സ്കിറ്റാണത്. പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന നാടകങ്ങൾ ഉണ്ടാവുമല്ലോ പല വേദികളിലും, അവരെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതായിരുന്നു. ഈ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന കഥകളും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ നാട്ടില് സാധാരണ മിക്ക നാടുകളിലും അന്ന് ഒരു നാടകം അമ്പലത്തിൽ ഉത്സവമായാലും നാട്ടുകാർ ചേർന്നൊരു ചെറിയ നാടകം ക്ലബിനൊക്കെ ഒപ്പിക്കാറുണ്ട്, ശരിയല്ലേ? എൻ്റെ നാട്ടിലും ഒരു നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ KC സുര എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ സുരച്ചേട്ടൻ അതിലൊരു നല്ലൊരു വേഷം കൊടുത്തു. അപ്പോൾ നാടകത്തിന് സുരച്ചേട്ടൻ കയറി വരുമ്പോൾ ഭയങ്കര കൈയ്യടി. കാരണം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണല്ലോ, മെമ്പർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പം മെമ്പർ വന്നതോടുകൂടി കൈയടിച്ചോടി സുരച്ചേട്ടൻ ആദ്യമായിട്ട് നാടകം അഭിനയിക്കണം. സുരച്ചേട്ടൻ ഇങ്ങനെ പതറിപ്പോയി, കൈയടിക്ക് മുന്നിൽ അങ്ങ് പതറിപ്പോയി. എന്നിട്ട് ഫസ്റ്റ് ഡയലോഗ് തന്നെ അങ്ങ് തെറ്റിച്ച് കളഞ്ഞു. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞു. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്നുള്ളത് പുള്ളിക്ക് അങ്ങ് തെറ്റിപ്പോയി. അപ്പോൾ പിന്നെ ജംഗ്ഷനിൽ കാണുമ്പോൾ സുരച്ചേട്ടോ എന്താ ഗൂഢാലോചന എന്ന് ചോദിക്കും, പോടാ. അപ്പം ഇതുപോലെ ഈ സ്റ്റേജിലല്ലാത്ത നമ്മുടെ ചുറ്റും നടക്കുന്ന പല തമാശകളും വന്ന് പറഞ്ഞ് അതിനെയൊക്കെ നമ്മൾ തട്ടിക്കൂട്ടിയൊക്കെയാണ് ഓരോ സ്കിറ്റുകൾ രൂപീകരിക്കുന്നത്. ഒരേ സമയം പല ജോലികൾ ചെയ്യുന്ന ഒരാൾ കഥാപ്രസംഗം പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ള ഒരു സ്കിറ്റ്, അത് എനിക്കൊന്ന് ഞാൻ തന്നെ അത് പല കാസറ്റുകളിൽ അതിൻ്റെ പല വേർഷൻസ് കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ആ കഥാപ്രസംഗത്തിൽ തന്നെ പല പാട്ടുകളും പിന്നീട് സിനിമാ പാട്ടുകൾ പോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി മനോജേട്ടൻ അറിയാവോ? പിന്നെ ഇന്ന് പാലക്കാട്, അതല്ലേ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ആ പയ്യൻ എഴുതിയിരിക്കുന്നത് രാത്രി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവൻ എൻ്റെ ഈ സ്കിറ്റ് ഓർത്ത് ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് വരുമ്പോൾ ഒരു വണ്ടി പെട്ടെന്ന് വളവ് തിരിഞ്ഞു വന്നു. അപ്പോൾ അതിൽ ഈ ബോർഡ് പാലക്കാട് എന്നുള്ളൊരു ബോർഡ് വണ്ടി വെട്ടിച്ചു എന്ന് പറയുന്നത് എനിക്ക് മെസ്സേജ് വന്ന കഴിഞ്ഞ ദിവസം. ചേട്ടൻ്റെ സ്കിറ്റ് ഓർത്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. ട്രോള് വരും, നിൻ്റെ സ്കിറ്റ് കണ്ടിട്ട് തട്ടിപ്പോയല്ലോ എന്ന് ട്രോള് വരും. അപ്പം അങ്ങനെ ഒരു അനുഭവത്തൻ ഇങ്ങനെ പറഞ്ഞു. ഈ ആ പാട്ടുണ്ടല്ലോ, അപ്പം ഇന്ന് പാലക്കാട്, നല്ല കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, മാരിപ്പള്ളി, ആ പാട്ടിൻ്റെ മേലെ ഒറിജിൻ്റെ കഥ എന്താ? എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയൊരു കഥാപ്രസംഗമാണ്. അത് ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി,